terrestrial plants, plants which live on land, and aquatic plants, plants which live on water. Okay, so terrestrial plants ne nammal രണ്ട് തരത്തിലുള്ള terrestrial plants ആണ് നമ്മൾ ഇതിൽ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. Plants which live on mountains and hills, and plants which live on desert. അതെന്ന് പറയുന്നത് ചില സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉള്ള പ്ലാന്റ്സ് ആണ്. ബാക്കിയെല്ലാം നമ്മൾക്ക് സാധാരണ ക്ലൈമറ്റ് കണ്ടീഷനിൽ വളരുന്ന പ്ലാന്റ്സ് ആണ്. So, terrestrial plants, plants which live on mountains and plants which live on desert എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they got some special characters. So, നമ്മൾ പഠിച്ചതാണ് നോർത്തേൺ മൗണ്ടൻസിലൊക്കെ എപ്പോഴും നല്ല കോൾഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ് അല്ലെ. സോ അവിടെ വളരുന്നതെന്ന് പറഞ്ഞ സം സ്പെഷ്യൽ ട്രീസ് മാത്രമേ അവിടെ വളരുകയുള്ളൂ. എപ്പോഴും അവിടെ സ്നോഫോളും നല്ല യെസ് കോൾഡ് ആയിട്ടുള്ള സ്ഥലമായിരിക്കും. സോ അങ്ങനെയുള്ളതിനെ അങ്ങനെയുള്ള സ്ഥലത്തിൽ ജീവിക്കണം വളരണമെന്നുണ്ടെങ്കിൽ ചില സ്പെഷ്യൽ ട്രീസ് ഒക്കെ അവിടെ വളരാൻ സാധിക്കുകയുള്ളൂ. സോ മൗണ്ടൻസ് ആർ ഓൾവേസ് കോൾഡ്. Yes, so mountains are always cold and sometimes there may be snowfall also. Okay, so അവിടെയുള്ള ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി they grow to a tall height. നല്ല ഹൈറ്റ് ഉള്ള ട്രീസ് ആയിരിക്കും. അതുപോലെ നമ്മളുടെ പൈൻ ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈൻ ട്രീസ് കണ്ടു കഴിഞ്ഞാൽ മേളുഭാഗം ഇങ്ങനെ കോൺ ഷേപ്പിലായിരിക്കും. നിങ്ങൾ ഐസ്ക്രീമിന്റെ കോണൊക്കെ കണ്ടിട്ടില്ലേ? കോൺ ഐസ്ക്രീമിന്റെ കോൺ കണ്ടിട്ടില്ലേ? ആ ഒരു ഷേപ്പിലായിരിക്കും നമ്മളുടെ പൈൻ ട്രീസ് ഒക്കെ കോൺ ഷേപ്പിലായിരിക്കും. അതുപോലെ നമ്മളുടെ പൈൻ ട്രീസിന്റെ ലീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മുള്ളു മാതിരി ഇരിക്കുന്ന ലീവ്സ് ആണ് പൈൻ ട്രീസിന്റെ. അതുപോലെ അതിന് ഇങ്ങനെ ഒരുമാതിരി മെഴുകിന്റെ കോട്ടിങ് ഉണ്ടാവും. ഇതൊക്കെ എന്തിനാണ്? ആ ഒരു സ്പെഷ്യൽ ക്ലൈമറ്റുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ അവിടെ ഇങ്ങനെ സ്നോഫോൾ ഉണ്ടാവുമ്പോൾ ആ ഇലകളിൽ തങ്ങി നിൽക്കാതെ, കാരണം ഈ നീഡിൽ പോലത്തെയുള്ള ഇലകളാണ്. ഓക്കെ, സോ മഞ്ഞ് ഇങ്ങനെ സ്നോ ഇങ്ങനെ വീഴുമ്പോൾ അതിൽ തങ്ങി നിൽക്കാതെ സ്നോ ഇറ്റ് വിൽ സ്ലൈഡ് ഡൗൺ. ഓക്കെ, മറ്റു ലീഫൊക്കെ പരന്ന ലീഫൊക്കെ ആണെങ്കിൽ സ്നോ ഒക്കെ അതിൽ പോയിട്ട് സ്റ്റിക്ക് അവിടെ ഇരിക്കാൻ സാധ്യതയുണ്ട്. ഇതുപോലെ കോൺ ലീവ്സ് ആകുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? ദാറ്റ് വിൽ സ്ലൈഡ് ഡൗൺ. അതുപോലെ അതിനൊരു കോട്ടിംഗ് ഉണ്ട്, വാക്സിന്റെ ഒരു കോട്ടിംഗ് മാതിരി ഉണ്ട്. സോ അതിങ്ങനെ സ്നോ അതിനെ ഇറ്റ് വിൽ നോട്ട് സ്റ്റിക്ക്. അപ്പൊ സ്നോ മരത്തിന്റെ മുകളിൽ വീണാലും ഇറ്റ് വിൽ ഈസിലി സ്ലൈഡ് ഡൗൺ. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ആ ക്ലൈമറ്റിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ദീസ് ട്രീസ് ഗോട്ട് സം അഡാപ്റ്റേഷൻ. ആ ക്ലൈമറ്റിൽ ജീവിക്കാൻ വേണ്ടി അതിനാവശ്യമായിട്ടുള്ള ചില സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആണ് ഈ ഇങ്ങനത്തെയുള്ള പ്ലാന്റ്സിന്. their leaves are needle shaped and also has a waxy coating. What do you mean by waxy coating എന്ന് പറഞ്ഞാൽ? വാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഴുക്. ക്യാൻഡിലൊക്കെ മെഴുക് നിങ്ങൾ കണ്ടിട്ടില്ല? അതെന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളത്തിനെ ഇറ്റ് വിൽ നോട്ട് സ്റ്റിക്ക്. ഓക്കെ, സോ അതുപോലെ ഒരു കോട്ടിംഗ് ഉണ്ട് അതിന്റെ പുറത്ത്. അതുകൊണ്ട് എന്താ ചെയ്യാ? ദാറ്റ് വിൽ സ്നോഫോൾ ഉണ്ടാകുന്ന സമയത്ത് ദാറ്റ് സ്നോ വിൽ സ്ലൈഡ് ഡൗൺ ഈസിലി. അതുപോലെ ഓക്ക് ട്രീസ്, മേപ്പിൾ ട്രീ, ഇങ്ങനെയുള്ള ട്രീസ് ആണ് നമ്മൾക്ക് മൗണ്ടൻ റീജിയനിൽ കാണാൻ പറ്റുക. ഇതിന്റെ എല്ലാത്തിന്റെ ലീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി മുള്ളു മാതിരി ഇരിക്കും. നീഡിൽ ഷേപ്ഡ് ലീവ്സ് ആയിരിക്കും. അപ്പോ ഇതിനകത്ത് എന്താ ചെയ്യുന്നത്? ഇത് സാധാരണ നമ്മൾക്കറിയാം നമ്മുടെ ലീവ്സ് ആണ് നമ്മളുടെ ഫുഡ് കുക്ക് ചെയ്യുന്നത്. പ്ലാന്റ്സിൽ ഫുഡ് കുക്ക് ചെയ്യുന്നത് ലീവ്സ് ആണ്. അപ്പൊ ഈ എന്താണ് ലീവ്സ് എന്താണ് കുറവാണ്. അതായത് ഉള്ള ലീവ്സ് എല്ലാം മുള്ളിന്റെ ഷേപ്പിലാണ് ഉണ്ടാവുക. അപ്പൊ അവരെന്താ ചെയ്യുന്നത്? ഈ സൺലൈറ്റിനെ സൺലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് പ്ലാന്റ്സ് ഫുഡ് കുക്ക് ചെയ്യുന്നത്. സോ ഈ നമ്മളറിയാം വിന്റർ സ്ഥലങ്ങളിൽ, മഞ്ഞ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ സൺലൈറ്റ് ഈസ് വെരി ലെസ്. സൺ എന്ന് പറയുന്നത്, സണ്ണിന്റെ എനർജി അല്ലെങ്കിൽ വെയിൽ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ എന്താണ്, ഉള്ള മരത്തിന്റെ ലീവ്സ് എല്ലാം മുള്ളു മാതിരി ഇരിക്കുന്നത് കൊണ്ട് അവർക്ക് കുറച്ച് സൺലൈറ്റ് മതിയാവും ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മളുടെയൊക്കെ നാട്ടിലുള്ള ലീവ്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പരന്ന ലീവ്സ് ആണ്. അപ്പൊ അവർക്ക് എന്താണ്, ഏരിയ കൂടുതലാണ്. അപ്പൊ അവർക്ക് മോർ സൺലൈറ്റ് വേണം അവർക്ക് ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേസമയം മൗണ്ടൻസിലുള്ള പ്ലാന്റ്സിന്റെ ഒക്കെ ലീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീഡിൽ ഷേപ്പ് ആവുമ്പോൾ അതിന്റെ സർഫസ് ഏരിയ കുറവായിരിക്കും. അപ്പൊ അവർക്ക് കിട്ടുന്ന എത്രയാണോ, വളരെ കുറവ് സൺലൈറ്റ് അവിടെ കിട്ടുകയുള്ളൂ. കിട്ടുന്ന സൺലൈറ്റ് വെച്ചിട്ട് അവര് ഫുഡ് കുക്ക് ചെയ്യും. അങ്ങനെ അവർക്ക് സൺലൈറ്റിന്റെ കുറവ് അവർക്ക് നികത്താനും സാധിക്കും. ഓക്കെ, സോ ഇതൊക്കെയാണ് മൗണ്ടൻ റീജിയനുള്ള ട്രീസിന്റെ ചെറിയ അഡാപ്റ്റേഷൻസ്. മൗണ്ടൻ റീജിയനിൽ കാണുന്ന ട്രീസിന്റെ ലീവ്സ് ദാറ്റ് വിൽ ബി നീഡിൽ ഷേപ്ഡ്. പിന്നെ they will grow in tall height.
പിന്നെ എന്താണ് ആ ലീവ്സില് they will have a waxy coating, വാക്സ് മാതിരിയുള്ള കോട്ടിംഗ് അതിന്റെ പുറത്തുണ്ടാവും. അതുകൊണ്ട് since their leaves are in needle shape, they use less sunlight. വിന്റർ ഉള്ള സ്ഥലങ്ങളിൽ സൺലൈറ്റ് തന്നെ വളരെ കുറവായിരിക്കും. ഈ മെയിൻ കാര്യങ്ങൾ ക്യാരക്ടേഴ്സ് ഓർത്തിരിക്കുക. പ്ലാന്റ്സ് ലിവിംഗ് ഓൺ mountains. What are the special characters? Their leaves will be needle in shape and has a waxy coating. Then they grow in height. Tall height ലാണ് അവർ വളരുന്നത്. Then they use less sunlight. Okay, so ഇതാണ് ഈ എന്താണ് മൗണ്ടൻ റീജിയനിൽ കാണപ്പെടുന്ന പ്ലാന്റ്സിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ്. Then terrestrial പ്ലാന്റിന്റെ അടുത്ത ടെറസ്ട്രിയൽ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഇൻ ഡെസേർട്ട് ലാൻഡ്. ഡെസേർട്ടിൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എന്താണ് ഏതൊക്കെ ട്രീസ് ആണ് ഡെസേർട്ടിൽ വളരുന്നത്? കാക്ടസ്, കീക്കർ, ബബൂൽ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ? കാക്ടസ് കണ്ടിട്ടുണ്ടോ നിങ്ങള്? കാക്ടസ് പ്ലാന്റ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കാക്ടസ് എന്താണ് അതിന്റെ പ്രത്യേകത? Can anyone tell me what is the speciality of cactus? യെസ്, ഹംദാൻ ഒന്ന് പറഞ്ഞേ, എന്താണ് അതിന്റെ സ്പെഷ്യാലിറ്റി കാക്ടസിന്റെ? മുള്ളുണ്ട്. അത് കൂടാതെ പിന്നെ എന്താണ്? അതിന് എന്താണ് വാട്ടർ കിട്ടും എന്ന് പറഞ്ഞ എന്താ? വാട്ടർ കിട്ടും എന്ന് പറഞ്ഞ അതിന്റെ ലീഫ് ഉണ്ടോ? അതിന് ഉണ്ടോ? നോ. പിന്നെ എന്താണ് ഉണ്ടാവുക? മുള്ളുണ്ട്, തോൺസ് ഉണ്ട്. പിന്നെ എന്താണ് റെൻ ഉണ്ടാവുക? പിന്നെ എന്താണ് അതിന്റെ സ്പെഷ്യാലിറ്റി? ഇല്ല. പിന്നെ എന്താണ് അതിന് കാണാൻ പറ്റുക? ചില കാക്ടസിന് ഇലയുണ്ട്, കുഞ്ഞു ഇലയായിരിക്കും. അത് കൂടാതെ ഫാത്തിമയ്ക്ക് അറിയാമോ? അറിയാമോ എന്തെങ്കിലും സ്പെഷ്യൽ ക്യാരക്ടർ കാക്ടസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഉണ്ടോ? ഇല്ല. ഓക്കെ, കാക്ടസ് വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അതിന്റെ ഒരു ചെറിയൊരു പോർഷൻ എടുത്തൊന്ന് കട്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം പോലെ എന്തോ ഇങ്ങനെ തുള്ളിയായിട്ട് വീഴുന്ന നമുക്ക് കാണാൻ സാധിക്കും. സോ കാക്ടസിന് പൊതുവെ ഇലകൾ ഉണ്ടാവില്ല. ചില കാക്ടസിന് കുഞ്ഞു ഇലകൾ ഉണ്ടാവും. അതുകൂടാതെ എന്താണ് അതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ പ്ലാന്റ് തന്നെ അതിന്റെ സ്റ്റെമ്മാണ്, ഇങ്ങനെ തടിച്ചിരിക്കുന്ന സ്റ്റെമ്മാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ വീർത്തിരിക്കും അതിന്റെ സ്റ്റെമ്മ്. കണ്ടിട്ടുണ്ടോ? കാക്ടസ് കണ്ടവർക്കറിയാം, ഇങ്ങനെ വീർത്തിരിക്കും. ആ വീർത്തതിന്റെ ഉള്ളിൽ എന്താണുള്ളത്? അതിങ്ങനെ വെള്ളം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, കിട്ടുന്ന വെള്ളം ഈ ഡെസേർട്ട് ഏരിയ നമുക്കറിയാം മഴ വളരെ കുറവാണ്. മഴ വളരെ കുറവായിരിക്കുന്ന സ്ഥലങ്ങളിൽ എന്താണ് കിട്ടുന്ന വെള്ളം അത് വലിച്ചെടുത്തിട്ട് എന്ത് ചെയ്യും? അതിന്റെ സ്റ്റെമ്മിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അതിന്റെ സ്റ്റെം. അപ്പൊ ആ സ്റ്റെം ഇങ്ങനെ വെള്ളം സ്റ്റോർ ചെയ്യുന്നതനുസരിച്ച് ഇങ്ങനെ വീർത്ത് വരും. ചില കാക്ടസ് ഒക്കെ കണ്ടെങ്കിൽ ഇങ്ങനെ തടിച്ചിരിക്കുന്നതാണ്, അതിന്റെ സ്റ്റെം ഇങ്ങനെ വീർത്ത് ഇങ്ങനെ ഇരിക്കും. അപ്പൊ അതിൽ മുഴുവൻ ഇങ്ങനെ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള പ്ലാന്റ്സിനെ നമ്മൾ സക്കുലൻസ് എന്ന് പറയും. സക്കുലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വെള്ളത്തിനെ സക്ക് ചെയ്തെടുക്കാനുള്ള കഴിവുണ്ട്. So these kind of plants are called succulents. So they got this special feature. Whatever water they are getting, okay, എത്ര കുറവ് വെള്ളം കിട്ടിയാലും അതിനെ വലിച്ചെടുത്തിട്ട് അതിന്റെ സ്റ്റെമ്മിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, സോ കാക്ടസിന്റെ നമ്മുടെ ഡെസേർട്ടിൽ വളരുന്ന പ്ലാന്റ്സിന്റെ ഒരു സ്പെഷ്യാലിറ്റി ആണ് they got succulent stem. Succulents എന്ന് പറഞ്ഞാൽ എന്താണ്? They got the capacity to absorb അല്ലെങ്കിൽ സ്റ്റോർ വാട്ടർ. വാട്ടറിനെ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. ഓക്കെ, സോ ഇങ്ങനെയുള്ള പിന്നെ എന്താണ് നമ്മളുടെ ഹംദാൻ പറഞ്ഞ മാതിരി അവർക്ക് സ്പൈൻസ് ആണ്. അവരുടെ ലീഫുകള് എന്താണ്? അത് സ്പൈനായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്, മുള്ളുകളായിട്ട്. അപ്പൊ ലീഫ് അതിന് കുറവായിരിക്കും. ഉള്ളത് തന്നെ സ്പൈൻ അല്ലെങ്കിൽ സ്കെയിൽസ് ഒക്കെ ആയിട്ട്
എന്താണ് മോഡിഫൈ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ലീഫ് വരുമ്പോഴാണ് പ്ലാന്റിന് കൂടുതൽ പണി വരുന്നത് അല്ലെ. ഫുഡ് പ്രിപ്പയർ ചെയ്യണം, അതുപോലെ വെള്ളം നിറച്ചു വേണം. അപ്പൊ അതെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് their leaves are modified as spines. അതിന്റെ സ്റ്റെമ്മിൽ ഇങ്ങനെ മുള്ളുകളായിട്ട് മാറിയിരിക്കുകയാണ് അതിന്റെ ലീവ്സ്. ഓക്കെ, സോ അതുകൊണ്ട് എന്താ ചെയ്യുന്നത്, ഈ സ്പൈൻ ആയിട്ട് നമ്മൾക്ക് അറിയാം ഇലകളിൽ കൂടെ പ്ലാന്റിൽ നിന്ന് കുറെ വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ട് ഇലകളിൽ കൂടെ പ്ലാന്റ്സിന്റെ. അപ്പൊ ഈ കാക്ടസിന് ഇലകളെ ഇല്ലാത്തത് കൊണ്ട് വെള്ളം നഷ്ടപ്പെടുന്നത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, സോ ഇങ്ങനെയുള്ള പിന്നെയുള്ള ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, they got long tap root. ടാപ്പ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റിന്റെ മെയിൻ റൂട്ട്. ഓക്കെ, ഏറ്റവും കട്ടി കൂടിയ മെയിൻ ആയിട്ടുള്ള ഒരു റൂട്ട് ഉണ്ടാവും. ആ റൂട്ട് ഗ്രൗണ്ടിലേക്ക് ഇറ്റ് വിൽ ഗോ ഡീപ്പ്. എന്തിനാണ്, ഭൂമിക്ക് അടിയിലെ വെള്ളമുണ്ട്, ആ വെള്ളത്തിനെ വലിച്ചെടുക്കാൻ വേണ്ടി ഈ പ്ലാന്റ്സിന്റെ ഒക്കെ ടാപ്പ് റൂട്ട് they will go deep into the ground. ഓക്കെ, വെള്ളം ഭൂമിക്ക് അടിയിലേക്ക് കുറെ ഇറങ്ങിപ്പോകും, എന്നിട്ട് അടിയിൽ നിന്നുള്ള വെള്ളം അതിനെ അബ്സോർബ് ചെയ്യും. ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്, ബിക്കോസ് ഇൻ ഡെസേർട്ട് they got very less water only. Okay, yes Arjun, what happened? Yes, miss, water valchirkum. Yes, so this root will go down into the ground and they will absorb water. Okay, എവിടുന്നൊക്കെ വെള്ളത്തിനെ എടുക്കാമോ അതൊക്കെ ചെയ്യുന്നുണ്ട് ആ പ്ലാന്റ്, so that they can live in desert. Okay, ഡെസേർട്ടിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള അഡാപ്റ്റേഷൻസ് ആണ്, സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആണ്. Okay, what are the special features of plants in desert എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ പറയണം, what are the special features? They got fleshy stem. Fleshy stem എന്ന് പറഞ്ഞാൽ എന്താണ്, നല്ല തടിച്ച stem. Inside that they will store water. Then they got spines only. Leaves are modified into spines. Then what? They got taproot which go deep into the ground to absorb water. So these are the special features of plants grown in desert area. ഏതൊക്കെയാണ്, കാക്ടസ്, ബബൂൾ, കീക്കർ, ഡേറ്റ് പാം, ഇങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് നമ്മൾക്ക് ഡെസേർട്ട് ഏരിയയിൽ സാധാരണ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, പാമിന്റെ ഒക്കെ ലീഫ് നിങ്ങൾ കണ്ടാൽ അറിയാം, നല്ല തിൻ ആയിട്ടുള്ള ലീഫാണ് അല്ലെ, പരന്ന ലീഫ് ഒന്നും അല്ല. അപ്പൊ അതൊക്കെ അഡാപ്റ്റേഷൻസ് ആണ്, ലീഫിന്റെ ഏരിയ കുറയ്ക്കാനുള്ള അഡാപ്റ്റേഷൻസ് ആണ്, ചില പ്രത്യേക അഡാപ്റ്റേഷൻസ് ആണ്. ഓക്കെ, സോ ദീസ് ആർ ദ ടെറസ്ട്രിയൽ പ്ലാന്റ്സ് living on mountains and plants seen in desert area. ഇവിടെ എത്ര പേര് കാക്ടസ് കണ്ടിട്ടില്ല? കാക്ടസ് കണ്ടിട്ടുള്ളവർക്ക് ഒരു ഐഡിയ ഉണ്ടാവും എങ്ങനെയാണ്. കാക്ടസ് കണ്ടവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യൂ. കാക്ടസ് ചെടി കണ്ടിട്ടുള്ളവർ. No one? 1, 2. Only 3, 4. ഇത്രയും പേരെ കണ്ടിട്ടുള്ളൂ കാക്ടസ്. ഓക്കെ, ഐ ക്യാൻ ഷോ യു 1 കാക്ടസ്. ടീച്ചറിന്റെ വീട്ടിൽ ഒരു കാക്ടസ് ഇരിപ്പുണ്ട്. Yes, can you see this? Can you see this? Okay, ഇതിൽ നോക്കിക്കേ, ഈ മേളിൽ ഇങ്ങനെ കാണുന്നത് മുഴുവൻ മുള്ളുകളാണ്. ഇറ്റ്സ് ഓൾ മുള്ളുകളാണ്, തോൺസ്. ഓക്കെ, ഇതിന് ലീഫ് ഇല്ല, അതിന്റെ സ്റ്റെം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര വണ്ണം ഉണ്ട്, കണ്ടില്ലേ? അതിന്റെ ഉള്ളിൽ മുഴുവൻ എന്താണ്, വെള്ളത്തിനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്യാൻ യു സീ? കാണുന്നുണ്ടല്ലോ. പിന്നെ ഇത് വേറൊരു ടൈപ്പ് ഓഫ് കാക്ടസ് ആണ്, ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവില്ല നിങ്ങൾക്ക്. ഓക്കെ, ദിസ് ഓൾസോ അനദർ ടൈപ്പ് ഓഫ് കാക്ടസ്. ഇതിനും നമ്മൾക്ക് ലീഫ് ഇല്ല, അതിന്റെ സ്റ്റെം നോക്കിക്കേ, തടിച്ച സ്റ്റെം ആണ്. ഓക്കെ, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മുള്ളുകൾ ഉണ്ട് അതില്, കാണുന്നുണ്ടല്ലോ. സോ ഇതാണ് കാക്ടസിന്റെ സ്പെഷ്യാലിറ്റി, നമുക്ക് തൊടാൻ പറ്റില്ല, ഇതൊക്കെ മുള്ളുകളാണ് ഇതൊക്കെ. ഓക്കെ, സോ ലീഫ് ഉണ്ടാവില്ല. ഇതാണ് എക്സാക്ട്ലി കറക്റ്റ് കാക്ടസ്. നമ്മളുടെ ഡെസേർട്ടിലൊക്കെ ഇതുപോലത്തെ കാക്ടസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, സോ ഇതൊക്കെ മുള്ളുകളാണ്, ഈ കുഞ്ഞു കുഞ്ഞു മുള്ളുകളാണ് ഈ കാണുന്നത്.
ഓക്കെ, സോ ആ വീർത്തിരിക്കുന്ന കണ്ട് ഇങ്ങനെ ബൾജി ആയിട്ടുണ്ട്. നമ്മള് ഇതിനൊക്കെ ടീച്ചർ 10 ദിവസം ഒക്കെ കൂടുമ്പോഴാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ആ കിട്ടുന്ന വെള്ളം മുഴുവൻ എന്താണ് ഈ സ്റ്റെമ്മിൽ പോയിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. അതാണ് ഇത്ര വീർത്തിരിക്കുന്നത്. തടിച്ചാണ് ഇങ്ങനെ ഉരുണ്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഒരു പീസ് ഇങ്ങനെ ഒരു സ്റ്റെം ഇങ്ങനെ ഒരു ഒരെണ്ണം കട്ട് ചെയ്ത് ഇങ്ങനെ നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് വി ക്യാൻ സീ ഇങ്ങനെ ഊസ് ഔട്ട് ചെയ്യും വെള്ളം. ഓക്കെ, സോ അതിങ്ങനെ എന്താണ് ആ സ്റ്റെമ്മിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഓരോരോ എന്താണ് നമ്മളിപ്പോ കണ്ടു ഡെസേർട്ട് ഏരിയ പഠിച്ചപ്പോൾ ക്യാമലിനെ കുറിച്ച് നമ്മൾ കണ്ടു അല്ലെ. ആ പ്രത്യേക ഏരിയയിൽ ജീവിക്കാൻ വേണ്ടി ആ ആനിമൽ അതിന്റെ അഡാപ്റ്റേഷൻസ് ആണ്. നമ്മൾ കണ്ടു പുറകിൽ ഒരു ഹംപ് ഉണ്ട്, കട്ടി കൂടിയ സ്കിൻ ഉണ്ടെന്നൊക്കെ നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ ഓരോ ആനിമൽസും എന്താണ് ഓരോരോ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് വിധത്തിൽ അതിന് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ടാവും. ഓക്കെ, നിങ്ങളും തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. യാക്ക് എന്ന് പറഞ്ഞൊരു നമ്മളുടെ എരുമയുടെയും പോത്തിന്റെയും ഒക്കെ ഒരു വെറൈറ്റി യാക്ക്. അതിന്റെയൊക്കെ ബോഡി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഫർ, നിറച്ച് രോമം ഉണ്ട് അതിന്റെ മുകളിൽ, ബോഡിയുടെ മുകളിൽ. എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പൊ ആ ഏരിയയിലൊക്കെ ഭയങ്കര തണുപ്പാണ് അല്ലെ. ആ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതിന് അങ്ങനത്തെ അഡാപ്റ്റേഷൻ, അങ്ങനത്തെ ഒരു ഫീച്ചറാണ് ആ ആനിമലിന് ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് പ്ലാന്റ്സിനും ഇതുപോലെ എന്താണ് സ്പെഷ്യൽ സ്ഥലങ്ങളിൽ വളരുന്ന പ്ലാന്റ്സിനും ചില പ്രത്യേകതരം എന്താണ് അഡാപ്റ്റേഷൻസ് ഉണ്ട്. അതാണ് നമ്മള് ഇവിടെ കണ്ടത്. എന്താണ് മുള്ളുകളും അതിന്റെ ഫ്ലഷി തടിച്ച സ്റ്റെം ഒക്കെ നമ്മൾ കണ്ടത്. ക്ലിയർ? സോ നിങ്ങൾ ആ ഫീച്ചേഴ്സ് എന്താണെന്ന് ഓർത്തിരിക്കണം, ഓരോരോ സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന പ്ലാന്റ്സിനുള്ള ഫീച്ചേഴ്സ്. ദെൻ കമ്മിങ് ടു അക്വാട്ടിക് പ്ലാന്റ്. അക്വാട്ടിക് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാന്റ്സ് വിച്ച് ലീവ് ഇൻ വാട്ടർ. ഓക്കെ, സോ നമ്മള് നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അക്വാട്ടിക് പ്ലാന്റ്സ് ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പായൽ എന്ന് പറഞ്ഞ വെറൈറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പായൽ, വെള്ളത്തിലുള്ള പായൽ എന്ന് പറയാം. പായൽ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ സ്പെഷ്യാലിറ്റി? ഒരു സ്ഥലത്ത് ഫിക്സ് ആയിട്ടുണ്ടാവില്ല അല്ലെ. വെള്ളം ഇങ്ങനെ ഒഴുകുന്നതനുസരിച്ച് പായലും ഇങ്ങനെ മൂവ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. യെസ് ഓർ നോ? അല്ലെ. സോ അതെന്താണ്? ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് എന്നുള്ള കാറ്റഗറിയാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സ്ഥലത്ത് നിൽക്കില്ല, അത് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്ന ടൈപ്പ് ആയിരിക്കും. ഓക്കെ, സോ അക്വാട്ടിക് പ്ലാന്റ്സിലെ ഫസ്റ്റ് വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ്. ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് ലൈക്ക് ഡക്ക്വീഡ്, ഹൈക്കാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മലയാളത്തിൽ പായൽ എന്നാണ് അർത്ഥം. സോ പായലിന്റെ പ്രത്യേകത എന്താണ്? അത് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി നടക്കും, മേളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നതാണ്. അത് ഇങ്ങനെ ഒഴുകി നടക്കുന്ന പ്ലാന്റ്സ് ആണ്. ഫസ്റ്റ് കാറ്റഗറി ഈസ് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ്. സെക്കൻഡ് കാറ്റഗറി ഈസ് ഫിക്സ്ഡ് പ്ലാന്റ്സ്. ഫിക്സ്ഡ് പ്ലാന്റ്സിൽ ഏതൊക്കെയാണ് വരിക? ലോട്ടസ്, താമര, ആമ്പൽ, ഇതൊക്കെ വെള്ളത്തിലുള്ള പ്ലാന്റ്സ് ആണ്. ബട്ട് ദേ ആർ ഫിക്സ്ഡ്. ആമ്പല് നിങ്ങൾ കണ്ടിട്ടുണ്ട്, അതിന്റെ ഫ്ലവർ ഒക്കെ ഇങ്ങനെ മേലോട്ട് നിൽക്കും അല്ലെ. താമരയുടെ ഫ്ലവർ ഒക്കെ എന്താണ് വെള്ളത്തിന് മുകളിലാണ്. പക്ഷെ അത് ഒരു സ്ഥലത്ത് ഫിക്സ്ഡ് ആണ്, കാരണം അതിന്റെ റൂട്ട് വന്നിട്ട് വെള്ളത്തിന്റെ അടിയിലുള്ള സോയിലുമായിട്ട് ഫിക്സ് ആണ്, അതിന് മൂവ് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് കൈൻഡ് ഓഫ് പ്ലാന്റ്സ് ആർ ഫിക്സ്ഡ്. They are fixed in water. Their roots are fixed in the underground soil of the water. So അതിന്റെ ലീഫും ഫ്ലവറും വെള്ളത്തിന്റെ മുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ റൂട്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഫിക്സ്ഡ് ടു ദ ഗ്രൗണ്ട്. ആ വെള്ളത്തിന്റെ അടിയിൽ മണ്ണുണ്ടാവുമല്ലോ, ആ മണ്ണില് their roots are fixed. So second category is fixed plants. Okay, പിന്നെ ലാസ്റ്റ് കാറ്റഗറി ഈസ് അണ്ടർ വാട്ടർ പ്ലാന്റ്സ്. അതുകൂടാതെ നമ്മൾക്ക് വെള്ളത്തിന്റെ അടിയിലും കുറെ പ്ലാന്റ്സിനെ കാണാൻ പറ്റും. എസ്പെഷ്യലി വലിയ കടലിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കടലിന്റെ അടിയിലൊക്കെ പോകുമ്പോൾ അടിയിൽ കുറെ ആനിമൽസിനെ നമുക്ക് കാണാൻ സാധിക്കും, കുറെ പ്ലാന്റ്സിനെ നമുക്ക് കാണാൻ സാധിക്കും. സോ അണ്ടർ വാട്ടർ പ്ലാന്റ്സ്. സോ അക്വാട്ടിക് പ്ലാന്റ്സിലെ 3 ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് നമുക്ക് കാണാം: ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ്, ഫിക്സ്ഡ് പ്ലാന്റ്സ് ആൻഡ് അണ്ടർ വാട്ടർ പ്ലാന്റ്സ്. ഓരോന്നിന്റെ വ്യത്യാസം മനസ്സിലായല്ലോ. എന്താണ് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ്? എക്സാമ്പിൾ പായൽ. പായൽ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന ടൈപ്പ് ഓഫ് പ്ലാന്റ്സ്. Then fixed plants in example water lily and lotus, ആമ്പല്, താമര, these are examples of fixed plants. ഞാൻ പറഞ്ഞു ഇതിന്റെ റൂട്ട് it is fixed to the ground. പിന്നെ ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമ്മളുടെ ആമ്പലിന്റെയും താമരയുടെയും ഒക്കെ സ്റ്റെം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അതിന്റെ ഉള്ളുവശം, സ്റ്റെമ്മിന്റെ അകത്ത് വശം ഹോളോ ആയിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് ഹോളോ. കട്ട് ചെയ്ത് നോക്കുമ്പോൾ അറിയാം അതിന്റെ ഉള്ള് പൊള്ളയായിരിക്കും. ഓക്കെ, ആമ്പലിന്റെയും താമരയുടെ ഒക്കെ സ്റ്റെം അത് that has a hollow and light weight stem.
അതുകൊണ്ടാണ് വെള്ളത്തിൽ അതിങ്ങനെ പൊങ്ങിക്കിടക്കുന്നത്. ക്ലിയർ? ആ സ്റ്റെമ്മിന്റെ ഉള്ളില് അത് പൊള്ളയാണ്. ഓക്കെ, ദാറ്റ് ഈസ് എ ഹോളോ സ്റ്റെം. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ഫ്ലോട്ടിംഗ് ഇൻ വാട്ടർ. അതുപോലെ ആമ്പലിന്റെയും താമരയുടെ ഒക്കെ ഇലകൾ ഇങ്ങനെ വെള്ളം സ്റ്റിക്ക് ചെയ്യില്ല. നിങ്ങൾ ചിലരൊക്കെ ചെയ്തിട്ടുണ്ടാവും. ആമ്പലിന്റെ വെള്ളം ലീഫൊക്കെ എടുത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ച് നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും? ആമ്പലിന്റെ ലീഫ് എടുത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ച് നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും? നോക്കിയിട്ടുള്ളവർക്ക് അറിയാം, അത് സ്റ്റിക്ക് ആവില്ല, ഇങ്ങനെ ഓടിക്കളിക്കും അല്ലേ? അതിന്റെ ആമ്പലിന്റെ ലീഫ് അല്ലെ, അത് ഇങ്ങനെ ഓടിക്കളിക്കും. കാരണം എന്താണ്? ആമ്പലിന്റെയും താമരയുടെ ഒക്കെ ലീഫ് ദേ ഗോട്ട് എ വാക്സി കോട്ടിങ്. ഒരു കോട്ടിങ് ഉണ്ട് അതിന്റെ പുറത്ത്. അതുകൊണ്ട് ആമ്പലിന്റെയും താമരന്റെ ഒക്കെ ഇലയില് ഇറ്റ് വിൽ നോട്ട് സ്റ്റിക്ക് വാട്ടർ. മനസ്സിലായോ? യെസ് അർജുൻ? ഞാൻ കണ്ടു അത്. ആ, എന്തിനാണ് അവർക്ക് ആ ഫീച്ചർ കൊടുത്തിരിക്കുന്നത്? കണ്ടില്ലേ, ഓരോരോ നമ്മൾ ഈ ലോകത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വെറൈറ്റി ആണ്. അത് എന്തിനാണ് അങ്ങനെ ഒരു വാക്സി കോട്ടിങ് കൊടുത്തിരിക്കുന്നത്? അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? വെള്ളത്തിൽ ഇങ്ങനെ കിടന്ന് ആ ഇലകളൊക്കെ അഴുകി പോകും അല്ലേ? അപ്പോൾ ഈ പ്ലാന്റ്സ് എപ്പോഴും വെള്ളത്തിൽ കിടക്കുന്നതുകൊണ്ട് അതിനൊരു വാക്സി കോട്ടിങ് കൊടുത്തിരിക്കുകയാണ്, ആ വെള്ളം അതിൽ സ്റ്റിക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലാവുന്നുണ്ടോ? സാധാരണ പ്ലാന്റ് ഒക്കെ വെള്ളത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം വെള്ളത്തിൽ അഴുകും അല്ലേ? ആ വെള്ളത്തിൽ കിടന്ന് അത് ചീത്തയായി പോകും. പക്ഷെ ഈ പ്ലാന്റ്സ് ഒന്നും അങ്ങനെ നിൽക്കും. എന്തുകൊണ്ടാണ്? അതിന്റെ ലീഫിന് ഒരു വാക്സി കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ദാറ്റ് വിൽ നോട്ട് ഡീകേ ഇൻ വാട്ടർ. അതുപോലെ അതിന്റെ ഫ്ലവറും നമ്മൾ വെള്ളത്തിന്റെ മുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഉള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they have stomata only on the upper surface of the soil. Stomata എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലീഫിൽ കാണുന്ന ചെറിയ ചെറിയ ഹോൾസ് ആണ്. ആ ഹോൾസിൽ കൂടെയാണ് അവര് എയർ അകത്തേക്ക് വലിച്ചെടുക്കുന്നത്, ചെടിക്ക് ആവശ്യമായിട്ടുള്ള എയർ വലിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ലീഫിന്റെ മുകൾ ഭാഗത്ത് മാത്രമേ കാണുള്ളൂ, അടിയിലില്ല. കാരണം മുകൾ ഭാഗത്ത് ഉണ്ടെങ്കിലേ ഉള്ളൂ അവർക്ക് അന്തരീക്ഷത്തിൽ നിന്ന് എയർ വലിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. So these are the special features of plants which living in water. പിന്നെ ഉള്ളത് നമുക്ക് അണ്ടർ വാട്ടർ പ്ലാന്റിന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയും, കാരണം അത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, ഓൾമോസ്റ്റ് ടൈം തീർന്നിട്ടുണ്ട്. സോ ഞാൻ നോട്ട് അയച്ചു തരാം. സ്പെഷ്യൽ ഫീച്ചർ അത് നിങ്ങൾ ഓർത്തിരിക്കണം, ഓരോരോ പ്ലാന്റ്സിനും ഉള്ള സ്പെഷ്യൽ ഫീച്ചറുകൾ എന്തൊക്കെയാണെന്ന്. പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഞാൻ ഇട്ട് തരാം, അത് നിങ്ങൾ മനസ്സിലാക്കി എഴുതിയെടുക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞു ഫിക്സ്ഡ് പ്ലാന്റ്സിന്റെ they have hollow stem, കോട്ടിംഗ് ഉള്ള ലീഫ് ഉണ്ട്, അതുകൂടാതെ സ്റ്റൊമാറ്റ ഓൺലി ഓൺ ദ അപ്പർ പാർട്ട് ഓഫ് ദ ലീഫ്. സോ ദീസ് ആർ ദ സ്പെഷ്യാലിറ്റി ഓഫ് വാട്ട് ഫിക്സ്ഡ് പ്ലാന്റ്സ് ഇൻ അക്വാട്ടിക് പ്ലാന്റ്. ക്ലിയർ? സോ നോട്ടും കൂടെ നോക്കി നിങ്ങൾ എഴുതിയെടുക്കുക കേട്ടോ. യെസ്, ബാക്കിയുള്ളത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. അണ്ടർ വാട്ടർ പ്ലാന്റ്സ്. യെസ്, അപ്പൊ തിങ്കളാഴ്ച നമ്മൾക്ക് ഹിന്ദിയുടെ ക്ലാസ് ഉണ്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നമ്മളിപ്പോ പഠിക്കുന്ന ചാപ്റ്റർ ഏത് ചാപ്റ്റർ ആയിരുന്നു? ഓർമ്മയുണ്ടോ? ഞാൻ മറന്നുപോയി ചാപ്റ്റർ. യെസ് നൈനിക, ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു മോളെ? മറന്നുപോയോ? Can anyone tell me? ടീച്ചർ മറ്റു ക്ലാസ് ഒക്കെ എടുത്തു. യെസ് അർജുൻ, can you tell me what is the name of the chapter? ചുൻമുൻ കാ സവാൽ. യെസ്, ചുൻമുൻ കാ സവാൽ. ഞാനത് ടെക്സ്റ്റ് റീഡ് ചെയ്യിപ്പിക്കും, എല്ലാരും വായിച്ച് പഠിച്ചുകൊണ്ട് വരിക. ഓക്കെ, റീഡിങ് വായിക്കുക. അടുത്ത ക്ലാസ്സിൽ ഹിന്ദിയുടെ ക്ലാസ്സിൽ വരിക. ഓക്കെ.